ലോഗോസ് ക്വിസ്. റൂത്ത് അദ്ധ്യായം 2. വായന. നവോമിക്ക് തൻ്റെ ഭർത്താവായ എലീമേലെക്കിൻ്റെ കുടുംബത്തിൽ മഹാധനവാനായ ഒരു ചാർച്ചക്കാരൻ ഉണ്ടായിരുന്നു. അവന് ബോവാസ് എന്ന് പേർ. എന്നാൽ മോവാബ്യ സ്ത്രീയായ രൂത്ത് നവോമിയോട്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുക്കട്ടെ എന്ന് ചോദിച്ചു. പൊയ്ക്കൊള്ളുക മകളെ എന്ന് അവൾ അവളോട് പറഞ്ഞു. അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുക്കി. ഭാഗ്യവശാൽ അവൾ എലീമേലെക്കിൻ്റെ കുടുംബക്കാരനായ ബോവാസിലുള്ള വയലിലായിരുന്നു ചെന്നത്. അപ്പോൾ ഇതാ ബോവാസ് ബേത്ലഹേമിൽ നിന്ന് വരുന്നു. അവൻ കൊയ്ത്തുകാരോട്, യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ അവനോടും പറഞ്ഞു. കൊയ്ത്തുകാരുടെ മേലാളായിരുന്ന ഭൃത്യനോട് ഈ യുവതി ഏത് എന്ന് ബോവാസ് ചോദിച്ചു. കൊയ്ത്തുകാരുടെ മേലാളായ ഭൃത്യൻ, ഇവൾ മോവാബ് ദേശത്ത് നിന്ന് നവോമിയോട് കൂടെ വന്ന മോവാബ്യ യുവതിയാകുന്നു. ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റകളുടെ ഇടയിൽ പെറുക്കിക്കൊള്ളട്ടെ എന്ന് അവൾ ചോദിച്ചു. അങ്ങനെ അവൾ കാലത്ത് വന്ന് ഇതുവരെ പെറുക്കിക്കൊണ്ടിരിക്കുന്നു. വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ളൂ എന്നുത്തരം പറഞ്ഞു. ബോവാസ് റൂത്തിനോട്, കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട, ഇവിടം വിടുകയും വേണ്ട. ഇവിടെ എൻ്റെ ബാല്യക്കാരത്തികളോട് ചേർന്ന് കൊള്ളുക. അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടിവെച്ച് അവരുടെ പിന്നാലെ പൊയ്ക്കൊള്ളുക. ബാല്യക്കാർ നിന്നെ തൊടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾക്കരികെ ചെന്ന് ബാല്യക്കാർ കോരിവെച്ചതിൽ നിന്ന് കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. എന്നാറെ അവൾ സാഷ്ടാംഗം വീണ അവനോട്, ഞാൻ അന്യദേശക്കാരത്തി ആയിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെ എന്ന് പറഞ്ഞു. ബോവാസ് അവളോട്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മായി അമ്മയ്ക്കു നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്നുത്തരം പറഞ്ഞു. അതിന് അവൾ, യജമാനനെ, ഞാൻ നിന്റെ ദാസിമാരിൽ ഒരുത്തിയെപ്പോലെയല്ല എന്നുവരികിലും നീ എന്നെ ആശ്വസിപ്പിക്കുകയും അടിയനോട് ദയയായി സംസാരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ എന്നു പറഞ്ഞു. ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട്, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്ക, കഷ്ണം ചാറിൽ മുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ അരികെ ഇരുന്നു. അവൻ അവൾക്ക് മലർ കൊടുത്തു. അവൾ തിന്നു തൃപ്തിയായി ശേഷിപ്പിക്കുകയും ചെയ്തു. അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവാസ് തൻ്റെ ബാല്യക്കാരോട്, അവൾ കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുത്. പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം, അവളെ ശകാരിക്കരുത് എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ അവൾ വൈകുന്നേരം വരെ പെറുക്കി. പെറുക്കിയത് മെതിച്ചപ്പോൾ ഏകദേശം ഒരു പറ യവമുണ്ടായിരുന്നു. അവൾ അത് എടുത്തും കൊണ്ട് പട്ടണത്തിലേക്ക് പോയി. അവൾ പെറുക്കി കൊണ്ടുവന്നത് അമ്മായിയമ്മ കണ്ടു. താൻ തിന്നു ശേഷിപ്പിച്ചിരിക്കുന്നതും അവൾ എടുത്ത് അവൾക്ക് കൊടുത്തു. അമ്മാവിയമ്മ അവളോട്, നീ ഇന്ന് എവിടെയായിരുന്നു പെറുക്കിയത്? എവിടെയായിരുന്നു വേല ചെയ്തത്? നിന്നോട് ആദരവ് കാണിച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. താൻ ഇന്ന ആളുടെ അടുക്കലായിരുന്നു വേല ചെയ്തത് എന്ന് അവൾ അമ്മാവിയമ്മയോട് അറിയിച്ചു. ബോവാസ് എന്നൊരു ആളുടെ അടുക്കലായിരുന്നു ഞാൻ ഇന്ന് വേല ചെയ്തത് എന്നു പറഞ്ഞു. നവോമി മരുമകളോട്, ജീവനുള്ളവരോടും മരിച്ചവരോടും ദയവിടാതിരിക്കുന്ന യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. അയാൾ നമുക്ക് അടുത്ത ചാർച്ചക്കാരനും നമ്മുടെ വീണ്ടെടുപ്പുകാരിൽ ഒരുത്തനുമാകുന്നു എന്ന് നവോമി അവളോട് പറഞ്ഞു. എൻ്റെ ബാല്യക്കാർ കൊയ്ത്തെല്ലാം തീർക്കുവോളം അവരോട് ചേർന്നിരിക്ക എന്നുകൂടെ അവൻ എന്നോട് പറഞ്ഞു എന്ന് മോവാബ്യ സ്ത്രീയായ രൂത്ത് പറഞ്ഞു. നവോമി തൻ്റെ മരുമകളായ രൂത്തിനോട്, മകളെ, വേറൊരു വയലിൽ വെച്ച് ആരും നിന്നെ ഉപദ്രവിക്കാതിരിക്കേണ്ടതിന് നീ അവൻ്റെ ബാല്യക്കാരത്തികളോട് കൂടെ തന്നെ പോകുന്നത് നന്നു എന്നു പറഞ്ഞു. അങ്ങനെ അവൾ യവക്കൊയ്ത്തും കോതമ്പ് കൊയ്ത്തും തീരുവോളം പെറുക്കുവാൻ ബോവാസിൻ്റെ ബാല്യക്കാരത്തികളോട് ചേർന്നിരിക്കുകയും അമ്മാവി അമ്മയോട് കൂടെ പാർക്കുകയും ചെയ്തു. റൂത്ത് അദ്ധ്യായം 2. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ആരുടെ കുടുംബത്തിലാണ് മഹാധനവാനായ
ഒരു ചാർച്ചക്കാരൻ ഉണ്ടായിരുന്നത്. നവോമിക്ക് തൻ്റെ ഭർത്താവായ എലീമേലെക്കിൻ്റെ കുടുംബത്തിൽ. മഹാധനവാനായ ചാർച്ചക്കാരൻ്റെ പേര് എന്തായിരുന്നു? ബോവാസ്. ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുക്കട്ടെ എന്ന് ചോദിച്ചത് ആര്? മോവാബ്യ സ്ത്രീയായ രൂത്ത് നവോമിയോട്. മോവാബ്യ സ്ത്രീയായ രൂത്ത് ആരുടെ വയലിൽ ചെന്നാണ് കതിർ പെറുക്കിയത്? എലീമേലെക്കിൻ്റെ കുടുംബക്കാരനായ ബോവാസിനോട് വയലിൽ ചെന്ന്. മോവാബ്യ സ്ത്രീയായ രൂത്ത് ബോവാസിൻ്റെ വയലിൽ ചെന്ന് കതിർ പറിക്കിയപ്പോൾ ബോവാസ് എവിടെ നിന്നാണ് വന്നത്? ബേത്ലഹേമിൽ നിന്ന്. ബേത്ലഹേമിൽ നിന്ന് വന്ന ബോവാസ് തൻ്റെ കൊയ്ത്തുകാരോട് എന്താണ് പറഞ്ഞത്? യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് കൊയ്ത്തുകാർ എന്താണ് ബോവാസിനോടും പറഞ്ഞത്? യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന്. ഈ യുവതി ഏത് എന്ന് ബോവാസ് ചോദിച്ചത് ആരോട്? കൊയ്ത്തുകാരുടെ മേലാളായ ഭൃത്യനോട്. ബോവാസിൻ്റെ ചോദ്യത്തിന് കൊയ്ത്തുകാരുടെ മേലാളായ ഭൃത്യൻ കൊടുത്ത ഉത്തരം എന്താണ്? ഇവൾ മോവാബ് ദേശത്ത് നിന്ന് നവോമിയോട് കൂടെ വന്ന മോവാബ്യ യുവതിയാകുന്നു. ബോവാസ് എന്താണ് ബാല്യക്കാരോട് കൽപ്പിച്ചത്? നിന്നെ തൊടരുതെന്ന്, രൂത്തിനെ തൊടരുത് എന്ന്. ബോവാസ് മോവാബ്യ സ്ത്രീയായ രൂത്തിനോട് കരുണ കാണിച്ചതിന് അവൾ എന്താണ് ചെയ്തത്? അവൾ സാഷ്ടാംഗം വീണ് അവനോട്, ഞാൻ അന്യദേശക്കാരത്തി ആയിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെ എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് മോവാബ്യ സ്ത്രീയായ രൂത്തിനോട് ബോവാസിന് ദയ തോന്നിയത് എന്നാണ് ബോവാസ് പറഞ്ഞത്? നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മായി അമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും ദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരങ്ങളൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഭക്ഷണ സമയത്ത് മോവാബ്യ സ്ത്രീയായ റൂത്തിനോട് ബോവാസ് എന്താണ് പറഞ്ഞത്? ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക, കഷണം ചാറിൽ മുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ബോവാസ് എന്താണ് റൂത്തിന് കൊടുത്തത്? അവൻ അവൾക്ക് മലർ കൊടുത്തു. മോവാബ്യ സ്ത്രീയായ രൂത്ത് ബോവാസിൻ്റെ വയലിൽ എത്ര സമയമാണ് പെറുക്കിയത്? അവൾ വൈകുന്നേരം വരെ പെറുക്കി. എത്ര യവം അവൾ പെറുക്കി? അവൾ പെറുക്കിയത് മെതിച്ചപ്പോൾ ഏകദേശം 1 പറ യവം ഉണ്ടായിരുന്നു. നവോമി എന്തുകൊണ്ടാണ് മരുമകളായ രൂത്തിനോട് ബോവാസിൻ്റെ വയലിൽ തന്നെ പറക്കുവാൻ പോകുവാൻ പറഞ്ഞത്? വേറൊരു വയലിൽ വെച്ച് ആരും രൂത്തിനെ ഉപദ്രവിക്കാതെ ഇരിക്കേണ്ടതിന്. യവക്കൊയ്ത്തും കോതമ്പ് കൊയ്ത്തും തീരുവോളം രൂത്ത് എന്താണ് ചെയ്തത്? യവക്കൊയ്ത്തും കോതമ്പ് കൊയ്ത്തും തീരുവോളം പെറുക്കുവാൻ ബോവാസിൻ്റെ ബാല്യക്കാരത്തികളോട് ചേർന്നിരിക്കുകയും അമ്മായിയമ്മയോട് കൂടെ പാർക്കുകയും ചെയ്തു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.